ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത കുറച്ച് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഒറ്റ ദിവസത്തെ അല്ല, എനിക്ക് തോന്നുന്നത് ഒരു 1-2 ദിവസത്തെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വ്ളോഗാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വീട്ടിലേക്ക് പോയതും നമ്മളെ ചക്കരേനെയും കൂട്ടി സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അടുത്ത ദിവസം ഏച്ചിയും പിള്ളേരും എല്ലാവരും കൂടെ നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പൊലച്ചൊക്കെ എണീറ്റിട്ട് നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവരെ ട്രെയിൻ കയറ്റി ഇവിടെ. അപ്പോൾ ഏച്ചി അമ്മയെല്ലാം 3 മണിക്കങ്ങനെ എണീറ്റിട്ട് ചോറും പിന്നെ ചായയും എല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മൾ പിന്നെ പോകാനാകുമ്പോൾ കേട്ടോ എണീറ്റത്. അങ്ങനെ സ്റ്റേഷനിലെത്തി ടിക്കറ്റെല്ലാം എടുത്ത് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അന്നേരം ഒരുപാട് കുട്ടികൾ ഇതേപോലെ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് അവരെന്തോ എന്തെങ്കിലും ഇങ്ങനെ കളിയോ കാര്യങ്ങൾ എന്തോ മത്സരത്തിന് അതിന് വേണ്ടിയിട്ട് പോകുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏകദേശം ട്രെയിൻ വരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ബാഗെല്ലാം ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ട്. ഇവർ പോകുന്നത് കാണുമ്പോൾ എനിക്കിങ്ങനെ വല്ലാണ്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പോകാൻ പറ്റിയ സാഹചര്യം അല്ലാത്തത് കൊണ്ട് പോയിട്ടില്ല. ഇവർ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. പോകുന്നതാണെന്നല്ല, പോയി കഴിഞ്ഞ് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ പോയത്. മാമൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഇതാ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അവർ 4 ആളും പോവുകയാണ്. അപ്പം ഞാനും ദേവും പ്രതിയാട്ടനും ചക്കരയും കൂടിയാണ് കേട്ടോ ഇവരെ യാത്രയാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ റിസർവേഷനൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുവാനേ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഇവർ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ പൊതുവേ കുറച്ച് തിരക്ക് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റും കിട്ടിയിട്ടുണ്ടായിന്. ആദ്യം അടിയല്ലോ ഇരിക്കാൻ നോക്കി, പിന്നെ അവർ തപ്പി പോയാലും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്. ടാറ്റയെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവരെ ട്രെയിൻ മെല്ലെ എടുത്ത് തുടങ്ങും. 6:20 കേട്ടോ ട്രെയിൻ. പിന്നെ 9 മണിക്കൂറുമാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഇപ്പോൾ ചോറും രാവിലത്തെ ചായൻ്റെ കടിയും എല്ലാം എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. പരമാവധി എല്ലാം വീട്ടിൽ നിന്ന് തന്നെ അവർ ഫുഡെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇതാ അവരെ ട്രെയിൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളും ഇതാ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും നേരെല്ലാം ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ആകെ മഞ്ഞ് മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയല്ലേ രാവിലെ. അപ്പം നമ്മൾ നേരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവാനേ. അപ്പോൾ പോന്ന വഴിയിൽ എവിടുന്നെങ്കിൽ ഒരു കടയിൽ കയറിയിട്ട് രാവിലെ ഒന്ന് ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വീട്ടിൽ ചായയും കടിയെല്ലാം ആക്കുന്നുണ്ട്, എന്നാലും ഒരു വൈബല്ലേ ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കൊണ്ടാക്കാൻ പോവാം, എന്നിട്ട് വരുമ്പം ചായയും കുടിച്ചിട്ട് വരാമെന്നെല്ലാം. അങ്ങനെ പീടി തപ്പി ലാസ്റ്റ് നമ്മളെ അച്ഛൻ സ്ഥിരം പോകുന്നൊരു പീടിയാണ് ഷൺമുഖ ഹോട്ടൽ. പയ്യന്നൂർ ഭാഗത്തുള്ളവർക്ക് അറിയായിരിക്കും. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഷൺമുഖ ഹോട്ടൽ. ലാസ്റ്റ് നമ്മളിതാ ആടെയാണ് എത്തിയിട്ടുള്ളത്. ദേവൂട്ടിയെല്ലാം വീട്ടിലിട്ട അതേ വേഷത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് കയറി. പിന്നെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സ്ഥിരം ഇതന്നെ, കയറി കഴിഞ്ഞാൽ എന്നാ വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഇവർ 3 ആളും പൂരി ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ എനിക്ക് പൂരി അത്രയ്ക്ക് ഇഷ്ടമല്ല, ഒന്നാമത് എണ്ണയല്ലേ. അപ്പം ഞാൻ 2 നൂൽപുട്ടും മുട്ടക്കറി ഓർഡർ ചെയ്തു. അവർ പൂരിയും പിന്നെ മുട്ടക്കറിയും. ദേവുട്ടിക്ക് മുട്ടക്കറി വേണ്ടാന്നിട്ട് അവർ കുറച്ച് ബാജിക്കറി കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ച് വീട്ടിലേക്ക് അമ്മമ്മക്കെല്ലാം ഉഴുന്നുവട പാഴ്സലും വാങ്ങിയിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീട്ടിൻ്റെ മുൻഭാഗം കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടത്തിൽ ഫുള്ളി പയർ, ഉഴുന്ന് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാളിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് കുറേ സമയം ഇരുന്നു. അതിന് ശേഷം നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. വേറെ ഇടയല്ല, അച്ഛൻ്റെ ഇളയപ്പൻ്റെ മോൻ്റെ പിന്നെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാണ്. ഏച്ചിയും പിള്ളേരും ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്, എന്നാലും നമ്മളെല്ലാവരും ഇതാ പോകാൻ റെഡിയായി ഇരിക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഞാനിട്ടത് പുതിയ ടോപ്പാണ്. ഞാനൊരു നൈറ്റ് തുണിയുടെ അടുപ്പിച്ച ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് പൊതുവേ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് നല്ല ഭംഗിയുണ്ട് അതിട്ടിട്ട്, നല്ല ഇങ്ങനെ കുറച്ച് ഒരു ഒതുങ്ങിയ പോലെ ഒരു ഫീൽ ഉണ്ടെന്ന്. എന്നാലും കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ലേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന്. ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു 4 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 4 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് കാലിന് ചെറിയൊരു പണി കിട്ടിയിട്ട് ഇപ്പോൾ ഡോക്ടർ 10 ദിവസത്തേക്ക് ജിമ്മിൽ പോകണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റിലാണ്. അതുകൊണ്ട് ആ കുറഞ്ഞ വെയിറ്റ് ഈ 10 ദിവസം കൊണ്ട് വീണ്ടും കൂടുമോ എന്നാണ് എൻ്റെ ടെൻഷൻ. അപ്പോൾ അതെല്ലാം പോട്ടെ. അപ്പോൾ അതെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം അല്ലേ. അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടി റെഡിയായി. ദേവൂട്ടി ഇതാ ബേക്കിൽ കൈയെല്ലാം കെട്ടിയിട്ട് നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ നമ്മളെ പപ്പിയോടും അമ്മമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അച്ഛൻ രാവിലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ അവിടെ ഗണപതി ഹോമം എല്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ അച്ഛൻ രാവിലെ പോയിട്ടുണ്ട്.
നമ്മളിതാ നമ്മൾ ഏകദേശം ലേറ്റായി. നമ്മൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മളിങ്ങനെ എല്ലാവരും കുറേ സമയം ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ എല്ലാം റെഡിയായി എല്ലാം ആകുമ്പോഴത്തേക്ക് സമയം ലേറ്റായിപ്പോയി. അപ്പോൾ പ്രതിയേടൻ വണ്ടിയിൽ പ്രതിയേടനല്ല, നമ്മൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് വണ്ടി റെയിലിൻ്റെ അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോകാൻ എളുപ്പമായി. ഇങ്ങനെ നമ്മൾ 5 ആളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ, പയ്യന്നൂർ കേളോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളെ വീട്ടിൽ നിന്ന് വണ്ടിക്കൊരു ഏകദേശം ഒരു 10 മിനിറ്റ്, 10 കൂടിപ്പോയാൽ 15 മിനിറ്റേ പോകേണ്ടി വരുള്ളൂ. അങ്ങനെ അവിടെ എത്തി. നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇതാ ഹൗസ് വാമിങ്ങിലെ വീട്ടിലെത്തി. അപ്പം മുത്തപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോഴത്തേക്ക് മുത്തപ്പൻ തുടങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ പോകുമ്പോഴത്തേക്ക് എല്ലാ റിലേറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടെല്ലാം സംസാരിച്ചു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇപ്പോൾ ഹൗസ് വാമിങ്ങിലെ ആ ഏട്ടൻ്റെ അനിയൻ്റെ വീടാണ്. തൊട്ട് അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഏട്ടൻ്റെ വീട് തൊട്ടിപ്പുറത്തെ സൈഡിലുണ്ട്. അവർ 3 ആൺമക്കളാണ്. അപ്പം 3 വീടും ഇങ്ങനെ തൊട്ടടുത്തടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുത്തപ്പനാണ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം അതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. അതിൻ്റെ ഇടയിൽ വീട്ടിലെല്ലാം കയറി വീടെല്ലാം കണ്ടിട്ടുണ്ടായിനെ. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു എൻ്റെ കൈവശം വീടിൻ്റെ. പക്ഷേ അതും എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോസും ഫോട്ടോസും എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയാണെന്നറിയില്ല ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തും കുറേ ക്ലിപ്പിങ്സ് ഇല്ല കേട്ടോ, കുറേ പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പിടിച്ച് ഞെക്കുമ്പോൾ പോയതായിരിക്കും, ഇല്ലെങ്കിൽ മക്കളായാലും എടുത്ത് കളിക്കുമ്പോൾ ചിലപ്പം പോയതായിരിക്കും. പിന്നെ നമ്മൾ വേഗം ഇതാ ക്യൂ നിന്നിട്ടുണ്ട് മുത്തപ്പനെ തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ക്യൂ നിന്ന് മുത്തപ്പനെ തൊഴുവലും ചെയ്തിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ, ഏട്ടൻ്റെ വീടില്ലേ തൊട്ടപ്പുറത്തെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആടെയും കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ നമ്മൾ സീറ്റെല്ലാം കിട്ടി ഫുഡ് കഴിക്കാനിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയും പിന്നെന്താണ് ചില്ലി ചിക്കനുമാണ് കേട്ടോ ഉണ്ടായത്. നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ രാവിലെ വരുമ്പോൾ ദേവൂട്ടി പറഞ്ഞിട്ടുണ്ടായിന് നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പം ഞാൻ പൈസ തരാമെന്നെല്ലാം പറഞ്ഞിട്ട് ദേവൂട്ടിയുടെ അച്ഛനെ പീടികയിലേക്ക് വിട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പ്രതിയാട്ടിന് ഇത് ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ട്. അങ്ങനെ ബോൾ ഐസ്ക്രീമും പിന്നെ ഒരു മറ്റേ ഫ്രൂട്ട് സലാഡ് പോലത്തെ അങ്ങനത്തെ ഒരു ഐസ്ക്രീമും വന്നിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത്. അത് രാവിലെ അമ്മ ദേവൂട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിനെ. അന്നേരം മുതലേ ദേവൂട്ടി പറയാൻ തുടങ്ങി, അച്ഛൻ ഞാൻ പൈസ തരാം, അച്ഛൻ ഐസ്ക്രീം വാങ്ങിത്തരണേന്ന്. അങ്ങനെ നൈസായിട്ട് അച്ഛനെ കൊണ്ട് ഇതാ ഐസ്ക്രീമെല്ലാം വാങ്ങിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പൈസയൊന്നും കൊടുത്തിട്ടില്ലേ. വെയ്യ അച്ഛൻ പൈസയ്ക്ക് വെച്ച സമയത്ത് ദേവൂട്ടി ദേവൂട്ടിൻ്റെ കയ്യിലെ 100 രൂപേൻ്റെയും 10 രൂപേൻ്റെയും നോട്ടെല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ട് ഓളെ കഴിച്ചുണ്ടായ കോയിൻസ് 1 രൂപയും 2 രൂപയെല്ലാം എടുത്തിട്ട് അച്ഛന് കൊണ്ടു കൊടുക്കുക. എന്നിട്ട് അച്ഛൻ ഇന്ന് ഐസ്ക്രീം വാങ്ങിയ പൈസ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതെനക്ക് വേണ്ട, എനക്ക് ആ നോട്ട് മതിയെന്ന്. അപ്പോൾ ദേവൂട്ടി വാശി പിടിക്കുവാന്ന് നോട്ട് തരൂലെന്നും പറഞ്ഞിട്ട്. അപ്പം നല്ല ഐഡിയ ആണ് കേട്ടോ. എന്തായാലും അച്ഛൻ്റെ 100-150 റുപ്യ ദേവൂട്ടി കാരണം വെള്ളത്തിലായിട്ടില്ല, നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം നമ്മൾ നേരെ നമ്മളെ ചുഴലിയിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ അന്ന് നമ്മൾ ചുഴലിയിലേക്ക് പോയിട്ടില്ല. അന്ന് നമ്മളെ ചക്കരേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബക്കളത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആപ്പൻ്റെ വീട്ടിലേക്ക്. അന്ന് പിന്നെ അവിടെ എത്തിയാലും ലേറ്റായി. അന്നേരം പിന്നെ വിചാരിച്ചു എന്തായാലും ഇനി ഇന്ന് പോകണ്ട, നാളെ പോകാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഒന്ന് നമ്മളിങ്ങനെ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ തന്നെ സ്കൂളും ഗ്രൗണ്ടും എല്ലാമാണ്. അന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ അവിടെ പോയേരം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ സ്കൂളാണ് കേട്ടോ, വലിയ ഗ്രൗണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ പിള്ളമാർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയെല്ലാം നിന്ന് പിന്നെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാന്ന് കേട്ടോ. അപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ എന്താണെന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതിലേക്കൂടെ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയം അങ്ങനെ നിന്നു. പക്ഷേ അപ്പൂപ്പൻ ആ വീട്ടിൽ കയറാണ്ട് പോയി. അപ്പോഴത്തേക്ക് ആൻറ്റിയും വന്നു. അങ്ങനെ നമ്മളിതാ വർത്താനെല്ലാം പറഞ്ഞിങ്ങനെ ഇറയത്തിരിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ദേവൂട്ടിക്ക് എന്തോ മുട്ടായിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ദേവൂട്ടി ഇത് അപ്പൂപ്പനെ വെയിറ്റ് ചെയ്തിരിക്കലാന്ന് കേട്ടോ. നമ്മൾ ആ വീട്ടിലെത്തിയ പിന്നെയാണ് അപ്പൂപ്പൻ വരുന്ന സൗണ്ട് കേട്ടത്. പക്ഷെ അപ്പൂപ്പൻ നേരെ സ്കൂളിലേക്കാണ് തോന്നുന്നു പോയത്. സ്കൂളിൽ എന്തോ ക്യാമ്പ് നടക്കുന്നുണ്ടായിനെ. അങ്ങനെ പിന്നെ അപ്പൂപ്പൻ വരാത്തതുകൊണ്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറി. അപ്പം നമ്മൾ ചക്കര നല്ല സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറയാൻ കഴിയില്ല, ചിക്കൻ പെരട്ട് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൻറ്റി നല്ല മത്തിക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് അന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു, ചുഴലിയിലേക്ക് വന്ന് അന്നത്തെ ദിവസം നമ്മളെ സംഘത്തിൻ്റെ പിന്നെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷമായിരുന്നു കേട്ടോ.
അപ്പോൾ അതിന് നമ്മൾ കേക്കെല്ലാം വാങ്ങിയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്ത്, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓൾറെഡി അത് കണ്ടുമായിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എല്ലാം എടുത്തു, കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും മുറിച്ച് തിന്നു. പിന്നെ ഒരുപാട് ഗെയിംസ് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗെയിംസിലെല്ലാം പങ്കെടുത്ത് എല്ലാവർക്കും ഗിഫ്റ്റെല്ലാം കിട്ടി. നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ സെലിബ്രേഷൻ. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഞാനതെല്ലാം ഒന്നിങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ നല്ല അരങ്ങുണ്ടായിന്. ഇങ്ങനെ നമ്മളെ ന്യൂ ഇയർ സെലിബ്രേഷനെല്ലാം നമ്മൾ അടിച്ചു പൊളിച്ചു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല അന്ന്. ദേവൂട്ടിയും വരുന്നില്ല എന്നിട്ട് വന്നിട്ടുണ്ടായിട്ടില്ല. അവിടെ ആരും പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ മാത്രം കേക്കെല്ലാം കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പോയി നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായല്ലേ കണ്ടിട്ട്, കുറേ ആയി വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ എന്തായാലും ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനും എൻ്റെ ദേവൂട്ടിയും മാത്രമുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. ചിലപ്പം വൈകുന്നേരം ആകുമ്പം പ്രതിയാടനം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ദേവോ നമ്മൾ എടുക്കുന്നേ ദേവൂട്ടിയുടെ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എണീറ്റിട്ട് കുറച്ച് സമയമായി. അപ്പോൾ കുറച്ച് പണികളെല്ലാം ആയിട്ടാ. അന്നേരം ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പിന്നെ ഞാനും ദേവൂട്ടിയും മാത്രമേ ഉള്ളൂ. നമ്മളെ നന്ദൂട്ടി വെക്കേഷൻ ആഘോഷിക്കാൻ പോയിട്ടാണ് ഉള്ളത്. പിന്നെ പ്രതിയായിട്ട് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്നലെ എറണാകുളം പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതലേ ഞാനും ദേവൂട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനും ദേവൂട്ടി അമ്മേൻ്റെ അടുത്താണ് രാത്രി കിടന്നത്. നമുക്ക് കല്യാണം ഉണ്ടായിരുന്നേ. അപ്പോൾ കല്യാണത്തിനെല്ലാം പോയി. പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് വീഡിയോ എടുക്കാത്ത ഭയങ്കര നഷ്ടമായിപ്പോയി. അടിപൊളി ഫുഡായിരുന്നു. ബൊഫേ ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ബിരിയാണി, അപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചിക്കൻ്റെ. പിന്നെ ഐസ്ക്രീം, ഫ്രൂട്ട്സ്, പിന്നെ നമ്മളിതില്ലേ ക്യാൻഡി മുട്ടായി ഇല്ലേ, പഞ്ഞി മുട്ടായി, നാരങ്ങ മുട്ടായി, ഓയിൽ ചാ, അങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിട്ടുള്ള കുറേ മുട്ടായികളുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, ക്യാരറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിന്. പക്ഷെ ഞാൻ തുടക്കത്തിലെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ലാസ്റ്റ് ഭാഗം എടുത്തിട്ടെന്ന കാര്യം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഇന്നലെ ഊരി വെച്ചതാണ് കമ്മലല്ല. അതാ കമ്മലൊന്നും ഇടാണ്ട് നിൽക്കുന്ന കേട്ടോ. ഇന്നലെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ നല്ലൊരു കൂട് കമ്മലെല്ലാം ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ അത് അവിടെ ഊരി വെച്ചു. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് കല്യാണത്തിന് പോകണം. ഇന്നലെ തലേന്നായിരുന്നു. ഇന്ന് ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കല്യാണം. അപ്പം ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കലാണ്. എനക്കും ദേവൂട്ടിക്കും വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കലാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്താണ് ഇന്നലെ കിടന്നിനി അമ്മേൻ്റെ അടുക്ക. അനിയനും പോയിട്ടുണ്ട് പ്രതിയാടിൻ്റെ അപ്പുറം. അപ്പോൾ അമ്മയും അടി ഒറ്റക്കാണ്, ഞാനും ഇടി ഒറ്റക്കാണ്. അതുകൊണ്ട് ഞാനും ദേവൂട്ടി അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ കിടന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. എന്നിട്ട് ദോശയാക്കിക്കൊണ്ടിരിക്കുന്നു. ദോശക്ക് കറി എന്താക്കണ്ടേ തീരുമാനിച്ചില്ല കേട്ടോ. 2 മുട്ടയുണ്ട്. അപ്പോൾ അതാക്കിയാലോ എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്താ, ദേവൂട്ടി അവിടെ ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാത്തത് ദേവൂട്ടിയുടെ ട്രൗസർ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് കേട്ടോ. നമുക്ക് 7 മൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളെ കല്യാണത്തിന് പോകേണ്ട ഓഡിറ്റോറിയം. 9:45 വണ്ടി ചുഴലിയിൽ നിന്ന് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമുക്ക് റെഡി ആവണം. അപ്പോൾ ഞാൻ വേഗം ദോശ ഇടട്ടെ. മുട്ട എന്തെങ്കിലും ഒരു കറി പോലെ ആക്കിയിട്ട് ദേവൂട്ടിക്ക് കൊടുക്കണം. കഴിക്കുമോയെന്ന് അറിയില്ല. ദേവൂട്ടിൻ്റെ കഴിപ്പല്ല ഇപ്പം ഭയങ്കര കണക്കാണ്. ഇന്നലെ ജലദോഷമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോയിട്ടും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അയ്യടാ, വെള്ളത്തിൽ കളിക്കുമെന്ന്. ദേവൂട്ടി വെള്ളത്തിൽ കളിക്കുമെന്നിട്ട് ഞാനതൊന്ന് വാങ്ങി വെക്കട്ടെ. ദേവൂട്ടി കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞുകൊണ്ടാണ്. ഇതാ ഒരു കുപ്പി ഹാൻഡ് വാഷ് ഉണ്ടായത് മൊത്തം പിന്നെ വാഷ് ബേസിനിൽ കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിറച്ചും പിന്നെ വെള്ളം നിറച്ച് വെച്ചിന്. അപ്പം ഞാൻ ചീത്ത പറയാണ്ടെന്നാ വേണ്ടത്. അപ്പോൾ ഏച്ചീന്നും പറഞ്ഞിട്ട് ഇപ്പം നന്ദൂടി ഇല്ലാത്തത് കൊണ്ട് ഞാനോ പ്രതിയാടനോ എന്തെങ്കിലും അഥവാ ഒരു വഴക്കെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെ പോയിട്ട് കട്ടുമ്പോൾ കിടന്നിട്ട് ഏച്ചി, എൻ്റെ ഏച്ചി എന്ന് വിളിച്ചിട്ട് ദേവൂട്ടി കരയും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അതുപോലെ കട്ടുമ്പോൾ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. ഏച്ചി എന്ന് വിളിച്ചിട്ട് മൊത്തം തീർത്തു. ഒരു കുപ്പി ഹാൻഡ് വാഷ് ഉണ്ടായതാണ് മൊത്തം കലക്കി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ചിന്. വേറെ കുപ്പികളിലെല്ലാം ആക്കി. ഞാൻ വിചാരിച്ച് പല്ല് തേക്കാൻ പോയതാണ്. ഞാൻ ഇപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്ന സമയത്തിന് ഓളുള്ള കുരുത്തക്കേടുകളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേഗം ഇനിയൊന്നുമില്ല, ഇനി റെഡി ആയിട്ടാകുമ്പം കാണിച്ചു തരാം കേട്ടോ. കല്യാണത്തിന് പോകാൻ റെഡി ആവട്ടെ. സാരി ഉടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ എന്താണ് ഇന്ന് പിന്നെ സാരി ഉടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കല്യാണത്തിന് മുമ്പ് ഇവിടെ അമ്മയും ഏച്ചിയെല്ലാം ഉണ്ടായതുകൊണ്ട് ഇവിടെ കോഴി
അമ്മ ചേച്ചിയെല്ലാം ഉണ്ടായതുകൊണ്ട് അവർ സാരി ഉടുപ്പിച്ച് തന്നെ. അപ്പം ഞാൻ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ കൊളാവോന്ന് എനിക്കൊരു പേടി. പിന്നെ ചുരിദാറിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, സാഹചര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനും ദേവൂട്ടി ഇതാ ചായ കുടിക്കാൻ പോകുന്നു. ദോശയും പിന്നെ ഇതാ മുട്ട ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് ഇങ്ങനെ ഒരു വറവ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ദേവൂട്ടിക്ക് കട്ടൻ ചായയും അല്ലേ ദേവോ? അപ്പോൾ ഇന്ന് ഡയറ്റൊന്നും നോക്കുന്നില്ല കേട്ടോ. ഇന്ന് എന്തായാലും കല്യാണത്തിന് വേണ്ടി നല്ല സദ്യയെല്ലാം കഴിക്കണം. പിന്നെ രാവിലെ ഇന്ന് അരിൻ്റെ ദോശ തന്നെയാണ് തിന്നുന്നത്. പിന്നെ എനക്കും ദേവൂട്ടിക്കും വേറെ വേറെ ഒന്നും ആക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് ഇതന്നെയാണ് തിന്നുന്നത്. അപ്പോൾ ദേവൂട്ടിക്ക് വേഗം കൊടുക്കട്ടെ. കുരുത്തക്കേട് കളിച്ചോണ്ടല്ലേ കലമ്പീനി. അമ്മ എന്നെ കലമ്പിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ തിന്നാത്തേ. നീ കല്യാണത്തിന് വരുന്നില്ലേ? സോക്സ് ഒന്നും ഇട്ടൂടാ കല്യാണത്തിന് പോകുമ്പോൾ. ഞാൻ ജിമ്മിന് പോകുമ്പോൾ സോക്സ് ഇടുന്ന കണ്ടിട്ട് ദേവൂട്ടി ഇപ്പം എൻ്റെ സോക്സ് ഇട്ടിട്ടാണ് നടക്കുന്നത് കേട്ടോ. എന്നിട്ട് കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ആ സോക്സ് ഇടുന്നു. വലിയ സോക്സാണ്, ഓക്കില്ല. പിന്നെ എൻ്റെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ആ വലിയത് ഇട്ടിട്ടെല്ലാം കല്യാണത്തിന് പോകാനാവുക. ഇന്നലെയും മിഞ്ഞാന്ന് എൻ്റെ പേരും ജിമ്മിൽ വന്നിനെ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേരും ജിമ്മിന് വന്നിന്. അപ്പോൾ ഇന്നും ജിമ്മിന് വരുന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് കല്യാണത്തിന് കൊണ്ടുകൊണ്ട് ഞാൻ ജിമ്മിന് പോകുന്നില്ല. വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ജിമ്മിന് പോവേ. അന്നേരം ദേവുവിനെ കൂട്ടും. അന്നേരം ദേവു സോക്സ് ഇടും അല്ലേ? കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ നല്ല ഷൂ എല്ലാം ഇട്ടിട്ടല്ലേ പോവുക. പുതിയ ഷർട്ടും പാൻറ്റും ഇടും അല്ലേ? പ്രതിയേട്ടൻ വിളിച്ചു. പിന്നെ അവർ ചായയെല്ലാം കുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിക്കത്തെ ട്രെയിനിനാണ് പോയി. 4 മണിയാകുമ്പോൾ അവിടെ എത്തീനെന്ന് പറഞ്ഞ് ചായയെല്ലാം കുടിച്ചു. ഇന്ന് തന്നെ തിരിച്ചു വരുമായിരിക്കും. പിന്നെ നന്ദുവിനെ വിളിച്ചില്ല. നന്ദു എണീക്കാനാവുന്നത്രേ. നന്ദുച്ചിനെ വിളിക്കാം. നന്ദുച്ചി എണീറ്റില്ല. നന്ദുവിനെ വിളിക്കണത്രേ. ഇനിയിപ്പോൾ സമയം 8:45 വേഗം കഴിക്ക്. 9:45 ബസ് പോകുന്ന കത്തിൽ കണ്ടത്. 9:45 പറഞ്ഞാൽ 10 മണി. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് റെഡി ആയിട്ട് പോകണം. അപ്പോൾ വേഗം കഴിച്ചിട്ട് വേണം നമുക്ക് കുളിച്ച് റെഡിയാവാൻ. അതുകൊണ്ട് ദേവൂട്ടീനും കൊണ്ട് എനിക്ക് സാരി ഉടുത്ത് പോകാനാവും തോന്നില്ല. അതുകൊണ്ട് വേഗം ഏതെങ്കിലും ചുരിദാർ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോവുക. ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ തിരക്കായിപ്പോയി. വേഗം റെഡിയാവുന്ന തിരക്കിലായിപ്പോയി. ദേവുവിനെ റെഡിയാക്കി അപ്പുറത്തേക്ക് വിട്ടു. എന്നിട്ടിതാ ഞാൻ പോവാന്ന് കേട്ടോ അപ്പുറത്തേക്ക്. ഏട്ടത്തിമ്മ റെഡി ആയിട്ടുണ്ട്. പിള്ളേരൊന്നും വരുന്നില്ല കേട്ടോ, അമ്മയും വരുന്നില്ല. അപ്പോൾ വേഗം അപ്പുറത്തേക്ക് പോയിട്ടാകുമ്പോൾ ദേവുവിനെയും എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അവിയൽ രൂപത്തിലാണ് കേട്ടോ. കുറേ ദിവസത്തെ വിശേഷങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ദേവൂട്ടിയും മാത്രമേ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന്. അന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയടോ. പിന്നെ അതുകൊണ്ട് തന്നെ അത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അന്നേരം ഞാൻ വിചാരിച്ചു അതെന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാന്ന്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇതാ കല്യാണത്തിന് പോവാന്ന്. പോയിട്ട് ബസ്സിൽ കയറി. നമ്മൾ ദേവൂട്ടിക്ക് ഞാൻ പുതിയ ഡ്രസ്സന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു കടകാലിയാക്കുമ്പം കിട്ടിയതാണ്. 100 രൂപയുള്ള ആ ജീൻസ് പാൻറ്റിന്, ആ ഷർട്ടിന് 100 രൂപ. അങ്ങനെ എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ കല്യാണം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഗിരിജേച്ചിയും നമ്മളെ ടീംസ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ എല്ലാവരും ഒപ്പരം തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞു. ഇതാ സ്റ്റേജ് മേലെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും കൂടുതൽ വീഡിയോ ഒന്നാമത് ക്ലാരിറ്റി ഇല്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലിരുന്നെങ്കിലും അത്ര എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്, അത്ര ക്ലിയറൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പാട് പിന്നെ വേഗം നമുക്ക് ഫസ്റ്റ് ബസ്സിന് തന്നെ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ കിച്ചുവും മിതുവും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അറിയാണ്ടെല്ലാം അവരെൻ്റെ വീഡിയോ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ അവരെടുക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ എന്നാൽ പിന്നെ വീഡിയോ എടുത്തോ നിങ്ങൾ, അതെന്നാൽ പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എല്ലാം കിച്ചു അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടത്. ഇപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ സദ്യയെല്ലാം കഴിച്ചു. പിന്നെ എന്താണ് 2 തരം പായസമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേവൂട്ടിയോട് ഞാൻ വേഗം കഴിക്കുക. അപ്പം കിച്ചുവിനെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആരോ തട്ടിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇങ്ങനെ ബ്ലറായി പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്ര പോലെ അവനെ എടുത്തു തന്നില്ലേ. അങ്ങനെ ഇതാ നല്ല സദ്യയെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സെക്കൻഡ് ബസ്സിൽ കയറിയിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഓരോരാളും മുഖം പൊത്തുവന്ന് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര
മടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഇതുവരെയും മടി മാറിയിട്ടില്ല. അന്നേരം പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. അങ്ങനെ ആ ബസ്സെല്ലാം പോയി തുടങ്ങി, പാട്ടെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളെ മുത്തും ഇതളും ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന്. ദേവൂട്ടിക്ക് പിന്നെ അതിനൊന്നും താല്പര്യമില്ല. ദേവൂട്ടി അതിനൊന്നും പോവില്ല. പോവും, അവരെ ലോകത്ത് അവർ മാത്രമാണെങ്കിൽ പോവും. ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ആരും ഇല്ലെങ്കിൽ ഇവർ ഭയങ്കര കളിയാണ്. പിന്നെ ദേവൂട്ടി ഇതാ ഇവിടെ സീറ്റുമ്പോൾ കയറി തന്നിട്ട് ഒരു കുപ്പിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് പക്ഷെ ആ പാട്ടിൻ്റെ താളത്തിൽ ദേവൂട്ടി തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കല്യാണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പിന്നെ നേരെ വായനശാലയിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഞാൻ ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നത് അതാണ് നമ്മളെ കല്യാണ ചെക്കൻ്റെ വീട്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെക്കനും പെണ്ണും വന്ന് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സൂം ചെയ്തിനെങ്കിലും പക്ഷെ കണ്ടിട്ടില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പെണ്ണിൻ്റെ വീടും. അപ്പം ഞാൻ വന്ന് ഡ്രസ്സെല്ലാം മാറ്റി, കമ്മലൊന്നും ഉരിച്ചിട്ടില്ല കേട്ടോ. വേഗം ലേറ്റ് ആയതുകൊണ്ട് വേഗം ഞാൻ വായനശാലയിലേക്ക് പോവുകയാണ്. അങ്ങനെ വായനശാലയിലെത്തി. ഇത് നമ്മളെ ന്യൂ ഇയറിൻ്റെ തലേന്നായിരുന്നു കേട്ടോ. അല്ല, ന്യൂ ഇയറിൻ്റെ തലേന്നല്ല കേട്ടോ. പിന്നെ എപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എപ്പോഴായിരുന്നു? 28-നായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാനിതാ വായനശാലയിൽ പോയിട്ട് ആടെ ഇരുന്ന് പിന്നെ അന്നേരം ആരോ ബുക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് ഞാനെന്തോ ചോദിക്കുമ്പോൾ അറിയെല്ലാം ചെയ്യുന്നതാണ്. അങ്ങനെ പിന്നെ വായനശാലയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. രാത്രി 7:30 7:45 കേട്ടോ. അപ്പോൾ ലൈറ്റ് ഓഫാക്കി ഞാൻ വായനശാല പൂട്ടിയിട്ട് പോകാൻ നോക്കുവാണ്. പ്രതിയാടൻ എന്നെ കൂട്ടാൻ വരും. ഒരു 7:30 7:45 ആകുമ്പോഴത്തേക്ക് പ്രതിയാടൻ എന്നെ കൂട്ടാൻ വരലുണ്ട്. ഇന്നലെ ഡെയിൻമേ ലൈഫ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ബാക്കിയെടുക്കാൻ ഞാൻ മറന്നുപോയി. വായനശാലയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദേവു ഉറങ്ങിയിട്ടുണ്ടായിനെ. ദേവുവിനെ അപ്പുറത്തുനിന്ന് കൂട്ടി ഇപ്പുറത്തേക്ക് വന്നു. പിന്നെ രാത്രിക്കത്തേക്കുള്ള ഫുഡാക്കാനുണ്ടായിന്. അപ്പോഴത്തേക്ക് പിന്നെ പ്രതിയാടനെത്തി. പിന്നെ നമ്മൾ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. ഉറങ്ങാൻ കിടന്നേരാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ വീഡിയോ അങ്ങനെ ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണീക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 മണി അതിന് എണീക്കുമ്പോൾ. അപ്പോൾ എണീറ്റ് ചപ്പാത്തി ആക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത്, ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ ഇന്നും കൂടെ എടുക്കാമെന്ന്. അച്ഛനും മോളും അകത്തിരുന്നിട്ട് ഫോണ് കാണുന്നുണ്ട്. അവരെ കുറച്ച് കഴിയുമ്പം കാണിച്ചു തരാം. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്, പ്രതിയാടം പരത്തിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെന്തായാലും വേഗം കറിയുടെ പരിപാടി നോക്കാം. ഉരുളക്കിഴങ്ങും തക്കാളിയെല്ലാം കൂടെ വറുത്തരച്ചിട്ട് മസാലക്കറി വെക്കാനാണ് വിചാരിക്കുന്നത്. അതാകുമ്പം ഉച്ചക്കത്തെ ചോറിൻ്റെ കറിയും കൂടിയാവും. പിന്നെ എനിക്ക് ഒരുപാട് അലക്കാനുണ്ട്, ഇന്നലെ അലക്കിയിട്ടില്ല. അപ്പം മിഞ്ഞാന്ന് കല്യാണത്തിന് പോകുമ്പോൾ ഇട്ടത്, ഇന്നലെ ഇട്ടത്, പ്രതിയേട്ടൻ കൊണ്ടുപോയതും ഇട്ടതും എല്ലാം കൂടി ഒരുപാട് അലക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അലക്കണം. പിന്നെ നമ്മളെ നന്ദു ഇന്ന് പിന്നെ അവിടുന്ന് ട്രെയിൻ കയറിയിട്ടുണ്ടാവും കേട്ടോ. നന്ദു നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ ഒപ്പം കൊല്ലത്ത്. അപ്പോൾ ഇന്ന് രാവിലെ അവിടുന്ന് ട്രെയിൻ കയറും, വൈകുന്നേരം ഇവിടെ എത്തും. നാളെ നന്ദു ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യും കേട്ടോ. നാളെ സ്കൂൾ തുറക്കൂലേ, അപ്പോൾ രാവിലെ നന്ദു ഇങ്ങോട്ടേക്ക് വരും. അപ്പം ഈ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ രാവിലെ തന്നെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ, പുറത്തിറങ്ങാൻ പറ്റാത്ത മഞ്ഞാണ്. ഇപ്പം കുറച്ച് കുറഞ്ഞു. രാവിലെ ഒരു 6 മണി സമയത്തെല്ലാം ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര തണുപ്പുമാണിപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം കറിയാക്കട്ടെ. ഇനി പ്രതിയാട്ടം ചപ്പാത്തി വറുത്ത് തന്നിട്ട് വേണം ചുടാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഡൈമി ലൈഫ് എടുത്തിന്, പക്ഷെ മറന്നു ഒലിച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയെടുക്കും. അതെ അല്ല, അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വീഡിയോ ചപ്പാത്തി എത്തണേ പോയിട്ട്. അങ്ങനെ ഇതാ പ്രതിയാടിനും ദേവൂട്ടിയും കൂടെ എനിക്ക് ചപ്പാത്തിയെല്ലാം പരത്തി തന്നു. എന്നിട്ട് പിന്നെ ഞാൻ വേഗം അതെല്ലാം ചുട്ട് നമ്മൾ ചായയെല്ലാം കുടിച്ചു. പിന്നെ കുറച്ച് പണികളുണ്ടായതെല്ലാം വേഗം തീർത്തു. അപ്പോഴത്തേക്ക് പുറത്തൊരു ബെഡ്ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടും അയാൾ നിർബന്ധിച്ചേറി ഇങ്ങനെ ബെഡ്ഷീറ്റെല്ലാം എടുത്ത് നോക്കി. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ബെഡ്ഷീറ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തു. അപ്പോഴത്തേക്ക് ഏട്ടത്തിയമ്മേനെയും ഞാൻ വിളിച്ചിട്ട് ഏട്ടത്തിയമ്മയും സെയിം ബെഡ്ഷീറ്റ് തന്നെ പിന്നെ ഏട്ടത്തിയമ്മയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ 800 സംതിങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നമ്മൾ 450 വാങ്ങി. അങ്ങനെ പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ചു. അതിന് ശേഷം ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ പിറ്റത്തെ ദിവസം സ്കൂൾ തുറന്നു. നമ്മളെ നന്ദൂട്ടി വന്നു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇത് പരസ്പരം ഒന്നുമില്ലാത്തൊരു വീഡിയോ ആണ്. കുറേ ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ സ്കൂൾ തുറന്ന് ന്യൂ ഇയർ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം എനിക്ക് നല്ലൊരു പണി കിട്ടി. എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനെല്ലാം എടുത്ത് അങ്ങനെ ആ വയറുവേദന കുറഞ്ഞു. പക്ഷെ അതോടുകൂടി എനിക്ക് ഭയങ്കര വിറയലും പനിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പനിച്ചിരുന്നൊരു ദിവസമാണ് ഇത്. എനിക്ക് എങ്ങനെ എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ 2-3 പുതപ്പ് പുതച്ച് കുറേ ടീഷർട്ടെല്ലാം വാരിയിട്ട് സോക്സ് എല്ലാം ഇട്ടിട്ടെല്ലാം വീട്ടിലേ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാവം എൻ്റെ മക്കൾ എൻ്റെ തണുത്ത് ഇങ്ങനെ വിറക്കുന്നത് കണ്ടിട്ട് അവരെനിക്ക് ഇരുന്നിട്ട് എൻ്റെ കാലെല്ലാം ഇങ്ങനെ തടവി ചൂടാക്കി തരുവാന്ന് കേട്ടോ. പാവന്നെ രണ്ടാളും. നന്ദൂട്ടിയാണ് ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ദേവൂട്ടി അമ്മേ ഞാനും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ട് പിന്നെ ദേവൂട്ടിയും ഇപ്പുറത്ത് വന്നിരുന്നിട്ട് തടവി തന്നു കേട്ടോ. അന്നേരം എനിക്ക് എന്താ ഭയങ്കര സന്തോഷവും തോന്നി സങ്കടവും തോന്നി. ഇങ്ങനെ 2 മക്കളില്ലോണ്ട് ഇതേപോലത്തെ കുഞ്ഞു ഹെൽപ്പെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവരായല്ലോ എന്നില്ല. ഇത് എല്ലാ മക്കളും ചെയ്യുമായിരിക്കും, എന്നാലും ഇത്ര പോലെ ചെയ്യാൻ ഇവരായല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. വലിയ അരങ്ങൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോ. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയാൻ ഇതങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും നമുക്ക് ഇടയ്ക്ക് വീഡിയോ ഇടണ്ടേ. ഇനി എന്തായാലും ഞാൻ നല്ല അടിപൊളിയല്ല, എന്തെങ്കിലും നല്ല വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.